ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഉടൻ പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച കാര്യം റാപ്പർ വേടൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇതിനു മുൻപ് നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ കേസ് കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് രണ്ട് പുതിയ പരാതികൾ കൂടി വേടനെതിരെ വരുന്നത്. രണ്ട് പെൺകുട്ടികളെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നു. എന്തായാലും ഈ പുതിയ പരാതി കൂടി വന്ന സാഹചര്യം അത് വേടനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എപ്പോൾ വിധി പ്രതീക്ഷിക്കാം? 4 മണിയോട് കൂടിയാണ് ഹർജി പരിഗണിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വേടൻ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത്. അതേസമയം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ബലാത്സംഗ കേസുകളിൽ അതിജീവിതയുടെ അഭിപ്രായം കൂടി ആരായേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് അവരോട് നേരിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിജീവിതയെ കൂടി ഹർജിയിൽ കക്ഷി ചേർത്തിരിക്കുകയാണ് കോടതി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ 2 പെൺകുട്ടികൾ പുതിയ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ വേടൻ തന്റെ ഈ പ്രശസ്തി ഉപയോഗിച്ച് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അഭിഭാഷകൻ, അതായത് അതിജീവിതയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കുള്ള സാഹചര്യം കൂടി കോടതിയുടെ മുന്നിലുണ്ട്. എന്നിരുന്നാൽ പോലും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ഈ 2 പരാതികളും കൂടി പരിഗണിക്കപ്പെടേണ്ടുന്ന അവസ്ഥ കൂടിയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന് പറയുന്നത് അത് ബലാത്സംഗത്തിന്റെ വകുപ്പിൽ പെടില്ല എന്നുള്ളതാണ് വേടന്റെ ഭാഗം. അങ്ങനെയാണ് വേടന്റെ വാദം അങ്ങനെയാണ്. അതായത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വേടന് വേണ്ടി അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നതും അത്തരം വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നതും. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേടൻ ഇയാളുടെ ഈ പ്രശസ്തി ഉപയോഗിച്ച് പെൺകുട്ടികളുമായി സൗഹൃദത്തിലാവുകയും അവരെ തരം കിട്ടുമ്പോൾ ഇത്തരത്തിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള വേടൻ മുൻകൂർ ജാമ്യം തേടേണ്ടുന്ന സാഹചര്യം വന്ന പരാതിയിലെ പെൺകുട്ടിയും പറയുന്നത് തന്നോട് ആദ്യഘട്ടത്തിൽ ഈ ലൈംഗിക അതിക്രമം നടത്തിയ ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന് പോലും വേടൻ പറയുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോലും അവരെത്തുന്നത് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഗവേഷക വിദ്യാർത്ഥിയായ അതായത് ദളിത് സംഗീതത്തെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനിക്കും ഉണ്ടായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വേടനോട് കോണ്ടാക്ട് ഉണ്ടായതും ആ സൗഹൃദമാണ് വേടൻ ദുരുപയോഗം ചെയ്തത് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ കൺസെന്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ന്യായം അവിടെ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വേടനെ ഇത്ര ദിവസം അറസ്റ്റ് ചെയ്യാത്തതിലും വേടനെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലും പോലീസ് വലിയ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. എന്നിരുന്നാൽ പോലും മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം പുറത്തിറക്കിയിട്ടും വേടൻ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ഈ 2 കേസുകൾ ഉയർന്നു വന്നത്. പക്ഷെ അതിന് പിന്നിൽ മറ്റ് ചില ഗൂഢശക്തികൾ അതിന് പിന്നിലുണ്ട്. പുതിയ പരാതികൾക്ക് പീഡന പരാതികൾക്കുണ്ട് എന്ന് വേടൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അവർ തെളിവുകളടക്കം പോലീസിന് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് യുവതികളുടെ പരാതി അവർ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് 2 യുവതികളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ആജ്ഞ. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല വേടന് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പരാതി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വേടനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ വേടൻ ഒളിവിലാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ അറിവോടുകൂടിയാണ് വേടൻ ഒളിവിലായിരിക്കുന്നതെന്നുള്ള ആരോപണവും വിമർശനവും ശക്തമാണ്. അത്തരം ഒരു വിമർശനം നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രത്യേകിച്ചും വേടന് പ്രശസ്തനായ ഒരാളാണ്. ആൾക്കൂട്ടത്തിൽ എവിടെ ഉണ്ടായാലും വേടനാണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിൽ ഫെയിമായ ഒരാളാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പോലീസിനും അതല്ലെങ്കിൽ
പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആരോപണമായി, വലിയ വിമർശനമായാണ് പോലീസിന് നേരെ ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വലിയ പ്രാധാന്യമുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഇന്നലെ പരിഗണിച്ച സാഹചര്യത്തിൽ അതിജീവിതയെ കൂടി ഹർജിയിൽ കക്ഷിക്കാരിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടതാണ്, അല്ലെങ്കിൽ അവരെ നേരിട്ട് കേൾക്കണം എന്ന ഒരു വിധിന്യായം കൂടിയുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിജീവിതയെ കൂടി നേരിട്ട് കേട്ട ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന, ഇന്നലെ പരിഗണിക്കേണ്ടിയിരുന്ന ഹർജി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് 4 മണിക്ക് ഹർജി പരിഗണിക്കും. വീണ്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വേടൻ അടിയന്തരമായി കീഴടങ്ങേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും വേടൻ എവിടെയാണെന്നോ അതെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന സാഹചര്യത്തിൽ ആരും വേടനെ പറ്റി ഒരു ഇൻഫർമേഷൻ നൽകിയില്ല എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഈ പറയുന്നത് പോലെ മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടിയന്തരമായി വേടനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പരാതിക്കാരികളായ പെൺകുട്ടികൾ വേടൻ കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അത് കൺസെന്റോട് കൂടി ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധമാണ്, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ബന്ധമാണ്. അതിനെ ബലാത്സംഗം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് വേടന്റെ വക്കീല് കോടതിയിൽ ആരോപിക്കുന്നത്. അങ്ങനെയാണ് വാദിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഈ പരാതിയുമായി മുൻപോട്ട് വന്നിരിക്കുന്ന 2 പെൺകുട്ടികളും പറയുന്നത് തങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. അതായത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേടനെ സമീപിക്കുകയും അത് വേടൻ സൗഹൃദം മുതലെടുത്ത് അല്ലെങ്കിൽ വേടനുള്ള ആരാധന മുതലെടുത്ത് ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, അത്തരം ലൈംഗിക വൈകൃതമുള്ള ആളാണ്, സ്ഥിരം കുറ്റവാളിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ വേടനുള്ള മുൻകൂർ ജാമ്യം ഏത് തരത്തിലാണ്, തള്ളുമോ അതല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അറിയാം വേടന് ജാമ്യം ലഭിക്കുമോ എന്ന്. പക്ഷേ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും വേടനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. കാരണം ഇയാൾക്ക് അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, കാരണം ഈ രാജ്യം വിട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും വരുന്ന 4 മണിക്ക് ശേഷം വേടനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.